Dear students, welcome to Student Police Cadet Project. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വർഷം സ്കൂളിൽ ജോയിൻ ചെയ്ത ശേഷം SPC പ്രോജക്റ്റ് ജോയിൻ ചെയ്യണം എന്നുണ്ട് ആ ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ആ പരീക്ഷ എഴുതി ഔട്ട്ഡോർ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ്. സോ ആദ്യം തന്നെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ എന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരെയും SPC പ്രോജക്റ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയണം ഈ SPC പ്രോജക്റ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ പ്രോജക്റ്റ് ഗുണം എന്താ. അപ്പോൾ ഞാനൊരു കുട്ടിയാണ്, എനിക്ക് സ്കൂളിൽ ഈ SPC പ്രോജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ചരിത്രം പറയാം. സോ ഈ SPC പ്രോജക്റ്റ് 2010 കോഴിക്കോടിലും എറണാകുളത്തും വെറും 27 സ്കൂൾസിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റാണ്. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഓൾമോസ്റ്റ് 1048 സ്കൂൾസിൽ SPC പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നു. കേരള പോലീസിനെ സംബന്ധിച്ചോളം ഇത് വളരെ അഭിമാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കമ്മ്യൂണിറ്റി പോലീസിങ് ആസ്പെക്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോജക്ട്സ് തന്നെ പറയാം. ബിക്കോസ് കേരള പോലീസിൽ ഈ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ടായ ശേഷം പല സംസ്ഥാനങ്ങളിൽ നിന്നും ഈ പ്രോജക്റ്റിനെ ഒരു ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് അവരുടെ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇന്ത്യൻ്റെ പുറത്തും പല രാജ്യങ്ങളിലും ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചോളം നമ്മുടെ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ താഴെ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരുടെയും ഒരു റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് പഠിച്ച് എല്ലാ സ്ഥലങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും സെൻട്രൽ ഗവൺമെൻറ് പിന്തുണയോടുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പ്ലാനും ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്ര നല്ലൊരു പ്രോജക്റ്റാണെന്ന് എല്ലാവരും പറയാൻ കാരണം എന്താ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ നിങ്ങൾക്ക് SPC പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ പ്രോജക്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ 8th 9th ഒക്കെ പഠിക്കുമ്പോൾ ചില കുട്ടികൾ, അപ്പോൾ നമ്മുടെ ഇടയ്ക്കും ഉണ്ടാവാം അങ്ങനെ കുട്ടികൾ, ചില സമയത്ത് ഇവർ കുറേ ഒരു ഡേഞ്ചറസ് വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത്. കുറേ അധികം ഡേഞ്ചേഴ്സ് ഈ വേൾഡിലുണ്ട്. ഡ്രഗ്സ് ആവട്ടെ, സൈബർ ക്രൈം ആവട്ടെ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു മിസ്റ്റേക്കിൽ പെടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ഉണർന്നുകൊണ്ട് കുട്ടികൾക്ക് ഒരു നിയമങ്ങളെക്കുറിച്ച് ഒരു നല്ലൊരു അവബോധം ഉണ്ടാക്കാനും പ്ലസ് നിയമം അനുസരിക്കുന്ന കുട്ടികളായിട്ട് കുട്ടികളെ മാറ്റാനും ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കേരള പോലീസിൽ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൊച്ചി സിറ്റിയിൽ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ വളരെ കുറച്ച് നമ്പർ ഓഫ് സ്കൂൾസേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇന്ന് ഈ പ്രോജക്റ്റ് വളർന്നു നിൽക്കുമ്പോൾ കുറേ ഏജൻസീസ് പുറത്തുനിന്ന് വന്ന് ഈ പ്രോജക്റ്റിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ SCRT ആവട്ടെ, KPMG ആകട്ടെ, യൂണിസെഫിൻ്റെ പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പഠനങ്ങളിലെല്ലാം പറയുന്നത് ഈ 2 വർഷക്കാലം 8th സ്റ്റാൻഡേർഡിലും 9th സ്റ്റാൻഡേർഡിലും SPC പ്രോജക്റ്റിൽ ചെയ്യുന്ന കുട്ടികൾക്ക് ശരിക്കും നല്ല ഒരു അവരുടെ ലൈഫിൽ തന്നെ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. സോ അപ്പോൾ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഈ നിയമങ്ങളെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ട്. ആൻഡ് ഈ സമൂഹത്തിനെ സ്നേഹിക്കാൻ ഒരു എബിലിറ്റി ഉണ്ട്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഒരു ഫാസ്റ്റ് ലൈഫിലാണ് ജീവിക്കുന്നത്. ഓരോ വ്യക്തിയും അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ മാത്രമാണ് സമയമുള്ളത്. പക്ഷേ SPC കാഡറ്റിനെ സംബന്ധിച്ചോളം നിങ്ങളുടെ ക്ലാസ്സുകളിലൂടെ ആൻഡ് പ്ലസ് നിങ്ങൾ ചെയ്യുന്ന കുറേ ഔട്ട്ഡോർ ഫീൽഡ് വിസിറ്റ്സും പ്രോജക്ട്സിലൂടെ കുറേ ആൾക്കാരെ സഹായിക്കാനൊരു വേദി നിങ്ങൾക്ക് SPC പ്രോജക്റ്റ് ഉണ്ടാക്കി തരുന്നു. അപ്പോൾ SPC പ്രോജക്റ്റിൻ്റെ മോട്ടോ ലോഗോ എന്താണെന്ന് പറഞ്ഞാൽ അത് തന്നെ വി ലേൺ ടു സെർവ് ആണ്. അപ്പോൾ കുറേ അധികം ആൾക്കാരെ സ്നേഹിക്കാനും അവർക്ക് സെർവ് ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോമാണ് SPC. ബിക്കോസ് ഈ SPC പ്രോജക്റ്റിൽ തന്നെ നിങ്ങൾക്ക് സീനിയർ സിറ്റിസൻസിനെ ഹൗസസ് വിസിറ്റ് ചെയ്യാം, അവർക്ക് സഹായം ചെയ്ത് കൊടുക്കാം. കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആ കുട്ടികൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഈ പ്രോജക്റ്റിലുണ്ട്. സോ അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിൽ ഇമോഷണൽ ഡയമെൻഷൻ, സൊസൈറ്റൽ ഡയമെൻഷൻ, എൻവയറമെൻറ്റൽ ഡയമെൻഷൻ, ഫിസിക്കൽ ഡയമെൻഷൻ, നോളജ് മാത്രമല്ലാതെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് ആവശ്യമുള്ള എല്ലാ സ്കിൽസും നിങ്ങൾക്ക് SPCയിലൂടെ കിട്ടുന്നു. ഇപ്പോൾ SPCയിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്? ഇൻഡോർ ആൻഡ് ഔട്ട്ഡോറിന് 2 മേജർ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇൻഡോർ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് സാറ്റർഡേയ്സ് എല്ലാം ഇൻഡോർ ക്ലാസ്സുകളുണ്ടാവും.
ഓരോരോ സബ്ജക്റ്റിലായിരിക്കും. ചിലപ്പോൾ റോഡ് സേഫ്റ്റി ഉണ്ടാവാം, ചിലപ്പോൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പോക്സോനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവാം, ഡ്രഗ്സിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവാം. അങ്ങനെ കുറേ അധികം ടോപ്പിക്സ് ഇൻഡോർ ക്ലാസ്സസിൽ കവർ ചെയ്യപ്പെടും. അതേപോലെ ഔട്ട്ഡോർ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് PT ആൻഡ് പരേഡ് ഉണ്ടാവും. സോ ഡ്രിൽ ഉണ്ടാവും. സോ നിങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ജനറലി യൂണിഫോം ധരിക്കുന്ന പോലീസ് ഓഫീസേഴ്സിലെ പോലീസ് സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അവർ ഡ്രിൽ ചെയ്യുന്നത് അല്ലേ, പരേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തെ പരേഡ് ക്ലാസ്സസും ആൻഡ് പ്ലസ് ക്രോസ് കൺട്രി റൺസ് ഉണ്ടാവും. സോ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സസ് ആണ് ഔട്ട്ഡോറിലുള്ളത്. അണ്ണാം കോമ്പാറ്റ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഔട്ട്ഡോർ സെഷൻസിലുള്ളത്. സോ ഔട്ട്ഡോറും ഇൻഡോറും ഒരുമിച്ച് വരുമ്പോൾ ഒരു ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സ്കോപ്പുള്ളൊരു പ്രോജക്റ്റാണ്. ബിക്കോസ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം മാത്രം ഫിസിക്കലി ഫിറ്റായിരുന്നാൽ മതിയാണോ? നമുക്ക് ഓടാനും ചാടാനും ഒക്കെ അറിഞ്ഞാൽ മതിയാണോ? ഇല്ല. ഇത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന ഒരു ഹാബിറ്റാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഫൗണ്ടേഷൻ എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഹെൽത്താണ്. ആ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മറ്റ് എയിംസ്, നമ്മുടെ ഡ്രീംസ് ഇതെല്ലാം നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഹെൽത്ത് ഇല്ല എങ്കിൽ ഫൗണ്ടേഷൻ ഇല്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ലൈഫിൽ, അല്ലേ? സോ അതുകൊണ്ട് ഫിസിക്കൽ കോമ്പണൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊരു ഹാബിച്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ SPC പ്രോജക്റ്റിൽ 8th and 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ 11th and 12th സ്റ്റാൻഡേർഡിലും ചില സ്കൂളുകളിലുണ്ട് കുട്ടികൾക്ക് ഈ ഔട്ട്ഡോർ കോമ്പണൻറ്റ് എല്ലാ വെഡ്നസ്ഡേയും എല്ലാ സാറ്റർഡേയും ഈ ഒരു ഔട്ട്ഡോർ കോമ്പണൻറ്റ് ഉണ്ടാകും. സോ ഇൻഡോർ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പ്രോജക്ട്സ് നിങ്ങൾ ചെയ്യും. ലെറ്റ്സ് സേ ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾ എൻവയൺമെൻറ്റൽ വീക്കാണ്. ഈ കഴിഞ്ഞ മാസം ഡെഫിനറ്റ്ലി നിങ്ങൾ എൻവയൺമെൻറ്റൽ വീക്ക് സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല സ്കൂളുകളിലും ട്രീ പ്ലാന്റേഷൻ ഡ്രൈവ് ഒക്കെ നടന്നിട്ടുണ്ടാവാം. നിങ്ങൾ വെക്കുന്ന ട്രീക്ക് നിങ്ങൾ ആണ് ഉത്തരവാദിത്തം. ആ ഒരു ട്രീനെ നമ്മളൊരു കുട്ടി പോലെ ആ ഒരു ട്രീ എപ്പോഴും നമ്മൾ സംരക്ഷിക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. സോ അതുപോലെ കൊച്ചു കൊച്ചു പ്രോജക്ട്സും നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ SPC പ്രോജക്റ്റിലൂടെ ഉണ്ടാവും. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ പറഞ്ഞാൽ SPC പ്രോജക്റ്റിൽ നമുക്ക് ഓണം വെക്കേഷൻ ക്യാമ്പ് ഉണ്ട്, അതേപോലെ ക്രിസ്മസ് ക്യാമ്പ് ഉണ്ട്, ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ ഒരു ക്യാമ്പ് ഉണ്ടാവും. സോ ഈ വേദികളിലെല്ലാം നിങ്ങളുടെ ചുറ്റിലുമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അച്ചീവ് ചെയ്തിട്ട് പല സെലിബ്രിറ്റീസും എമിനൻറ്റ് പേഴ്സണാലിറ്റീസും മീറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു വേദി ഈ SPC പ്രോജക്റ്റിലൂടെ കിട്ടും. സോ വാട്ട് ആർ വി ട്രൈങ് ടു ഡു? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു എക്സ്പോഷർ കിട്ടുമ്പോൾ ഞാനൊക്കെ ചെറിയ കുട്ടിയായിട്ടുള്ള സമയത്ത് കുറേ അധികം സെലിബ്രിറ്റീസോ ചിലപ്പോൾ കുറേ അധികം എമിനൻറ്റ് പേഴ്സണാലിറ്റീസോ ലീഡേഴ്സോ അപ്പോൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും. നിങ്ങൾ അവരെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഞാൻ വലുതായാൽ ഞാൻ എന്താവണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു നല്ല എക്സ്പോഷർ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് SPC. സോ ഇപ്പോൾ ഞാനിപ്പോൾ ഇൻഡോർ ഔട്ട്ഡോർ ക്ലാസ്സസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വേരിയസ് ക്യാമ്പ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എല്ലാ വർഷവും ഒരു പ്രാവശ്യം നമ്മൾ SPC ക്വിസ് നമ്മൾ ചെയ്യാറുണ്ട്. സ്റ്റേറ്റ് ലെവൽ ക്വിസ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ വർഷം നമ്മളൊരു വാല്യൂ അഡീഷനായിട്ട് എല്ലാ ആഴ്ചയും ഒരു എമിനൻറ്റ് പേഴ്സണാലിറ്റിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും ഒരു ചെറിയ ഇൻ്റർവ്യൂ പോലെ നമ്മൾ അത് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ പ്ലേ ചെയ്യും. നിങ്ങളെല്ലാവരും അത് കാണാം. ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദാറ്റ് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി എ വെരി എൻറിച്ചിങ് എക്സ്പീരിയൻസ് ഫോർ യു. സോ ബിക്കോസ് പല ഡിസ്ട്രിക്ട്സിലും പ്രോബബ്ലി നമുക്ക് VIPസിനൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സെഷൻ എടുക്കാൻ പറ്റൂല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രിവാൻഡ്രത്താണ് നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസുമായിട്ട് പല ഡയമെൻഷൻസും ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. സോ ഐ എം ഷുവർ യു വിൽ സീ ഇറ്റ് ആൻഡ് ഓൾസോ എൻജോയ് ഇറ്റ്. ആൻഡ് ഇതൊരു SPC പ്രോജക്റ്റിലൂടെ നിങ്ങളുടെ ലൈഫ് ലോങ് ഒരു ജേർണിക്കുള്ള ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. സോ ഇപ്പോൾ 1 book per month നിങ്ങൾ പഠിക്കണം. അങ്ങനെ കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം മാനേജ് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സാണ്, നിങ്ങളുടെ ടീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾ അബ്സർവ് ചെയ്തിട്ടുണ്ടാവാം, ടീച്ചേഴ്സ് പോലീസ് യൂണിഫോം ധരിക്കാറുണ്ട് SPC പ്രോജക്റ്റിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ സമയം മാത്രം. അപ്പോൾ അവർ ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്, ഓണററി സബ് ഇൻസ്പെക്ടർ റാങ്ക്. അതേപോലെ നിങ്ങളുടെ സ്കൂളിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സും അസിസ്റ്റൻറ്റ് ഡ്രിൽ ഇൻസ്ട്രക്ടറും 2 പേര് നിങ്ങളുടെ ഡ്രിൽ സെഷൻസും PT സെഷൻസും എല്ലാം എടുക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയും ഉണ്ടാവും.
സോ ഇതാണ് നിങ്ങളുടെ ഔട്ട്ഡോർ ഇൻഡോർ കോമ്പണൻറ്റിൽ മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഇതില്ലാതെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് SPC പ്രോജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ്. സോ സ്റ്റേറ്റ് ലെവൽ അഡ്വൈസറി കമ്മിറ്റി ലീഡ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫ് ആൻഡ് DGP സാറാണ്. ആൻഡ് ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഈ ഒരു ഡിസ്ട്രിക്ട് ലെവൽ അഡ്വൈസറി കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത്. ആൻഡ് സ്കൂൾ ലെവലിൽ നിങ്ങൾ സ്കൂൾ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാവും, അതിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ ഉണ്ടാവും, പോലീസ് സ്റ്റേഷൻ്റെ SHO ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ സ്റ്റേഷൻ വിസിറ്റ്സ് ഒക്കെ ചെയ്യും, നിങ്ങൾ ജയിലിലൊക്കെ വിസിറ്റ് ചെയ്യും. സോ ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് പ്രോഗ്രാംസ് ഒക്കെ SPC പ്രോജക്റ്റിലുണ്ട്. സോ ഈ ഒരു പ്രോജക്റ്റിൽ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒന്നിച്ചു കൊണ്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് 2-year പ്ലാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങളുടെ ഫോറസ്റ്റ് ക്യാമ്പ് 3 days നേച്ചർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവരാണ് നിങ്ങളുടെ സേഫ് റോഡ്സ് ക്യാമ്പയിനും. അപ്പോൾ അവർ ഈവൻ സ്പോൺസറിങ് മണി ഫോർ ദി SPC പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെ ഈവൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ നമുക്ക് കുറച്ച് പ്രോജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻറ്റി ഡ്രഗ് ആൻഡ് ആൻറ്റി ആൽക്കഹോൾ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. SC/ST ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആൻഡ് മേജർ പ്ലെയർ ആരാണെന്ന് നോക്കിയാൽ നോട്ട് ജസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഒന്നിച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ SPC പ്രോജക്റ്റ്. ഐ എം ഷുവർ the 2 years you are going to travel in the SPC project will be a very good experience for each one of you, and I am sure it will be beneficial not just to you but also to our country. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.